കേരളത്തിൽ വെറും 2 കിലോമീറ്ററിനുള്ളിൽ നാലമ്പല ദർശനം പൂർത്തിയാക്കാൻ കഴിയുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാം. അതിലുപരി ഈ 4 ക്ഷേത്രങ്ങളും തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ബന്ധം എന്താണ്? കർക്കടക മാസം രാമായണ പാരായണത്തിൻ്റെയും ഭക്തിയുടെയും ആത്മവിചിന്തനത്തിൻ്റെയും മാസം. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ സമയത്ത് ആയിരക്കണക്കിന് ഭക്തർ നാലമ്പല ദർശന തീർത്ഥാടനത്തിനായി യാത്ര തിരിക്കുന്നു. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ ഈ 4 സഹോദരന്മാർക്കായി സമർപ്പിക്കപ്പെട്ട 4 ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ആത്മീയ യാത്രയാണ് നാലമ്പല ദർശനം. സാധാരണയായി ഈ യാത്രയ്ക്ക് മണിക്കൂറുകൾ വേണ്ടിവരും. പക്ഷേ വെറും 2 കിലോമീറ്ററിനുള്ളിൽ നാലമ്പല ദർശനം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കേരളത്തിലുണ്ട്. മലപ്പുറം ജില്ലയിലെ രാമപുരം. നൂറ്റാണ്ടുകളുടെ ചരിത്രവും അപൂർവമായ ഐതിഹ്യങ്ങളും ഇന്നും നിലനിൽക്കുന്ന ആചാരങ്ങളും ചേർന്ന ഈ നാലമ്പല യാത്രയിലേക്ക് നമുക്കും പ്രവേശിക്കാം. ഓരോ നാലമ്പല യാത്രയും ആരംഭിക്കേണ്ടത് ശ്രീരാമനിൽ നിന്നാണ്. രാമപുരത്തെ ഈ പുരാതന വൈഷ്ണവ ക്ഷേത്രത്തിൽ ശ്രീരാമൻ ചക്രവർത്തി ഭാവത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. 4 ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലുതും ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്നതും ഇവിടെയാണ്. ക്ഷേത്ര പരിസരത്ത് ഹനുമാൻ, ശിവൻ, ഭദ്രകാളി എന്നീ ഉപദേവതകളും സമീപത്ത് തന്നെ നരസിംഹമൂർത്തി ക്ഷേത്രവും മനോഹരമായ ഒരു കുളവും ദർശിക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യം പറയപ്പെടുന്നുണ്ട്. നേപ്പാളിൽ നിന്ന് ഒരു പരദേശി ബ്രാഹ്മണൻ കൊണ്ടുവന്ന സാളഗ്രാമം സമീപത്തെ ഒരു ഇല്ലത്ത് ഉറച്ചുപോയി. അത് മനുഷ്യശക്തിക്ക് മാറ്റാൻ കഴിയാതെ വന്നപ്പോൾ അതിനെ ദൈവഹിതമായി കരുതി ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. രാമനവമിയിലും കർക്കടക മാസത്തിലും ഇവിടെ അനുഭവപ്പെടുന്ന ഭക്തജന തിരക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. നെയ്വിളക്കാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്ന്. മലപ്പുറം ജില്ലയിലെ മലപ്പുറം പെരിന്തൽമണ്ണ റൂട്ടിൽ രാമപുരം എന്ന സ്ഥലത്ത് മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഇതിൻ്റെ കവാടം. രണ്ടാമത്തെ ക്ഷേത്രം അയോധ്യ ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണ്. രാമപുരത്ത് നിന്ന് 1/2 കിലോമീറ്റർ മാത്രം ആണ് ദൂരം. അടുത്തിടെ നവീകരിച്ചെങ്കിലും നൂറ്റാണ്ടുകളുടെ പഴക്കം ഈ ക്ഷേത്രത്തിനുമുണ്ട്. അപൂർവമായി മാത്രം കാണുന്ന ഒരു പ്രത്യേകത ഇവിടെയുണ്ട്. വിശ്വാമിത്ര മഹർഷിക്ക് സമർപ്പിക്കുന്ന വിളക്ക്. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി ഭക്തർ ഇന്നും ഈ വഴിപാട് നടത്തുന്നു. ഭദ്രകാളിക്കും അയ്യപ്പനും വർഷത്തിലൊരിക്കൽ നടത്തുന്ന കളമ്പാട്ടും കർക്കിടക മാസത്തിലെ കളഭാഭിഷേകവും ക്ഷേത്രത്തിൻ്റെ പ്രധാന ആചാരങ്ങളാണ്. ഇനി പ്രധാന റോഡിൽ നിന്ന് അല്പം ഉള്ളിലേക്കാണ്, കരിഞ്ചാപ്പടിയിലെ ചിറക്കാട് ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക്. രാമായണത്തിലെ ഏറ്റവും വലിയ ത്യാഗത്തിന്റെ പ്രതീകമാണ് ഭരതൻ. രാജ്യം ലഭിച്ചിട്ടും അദ്ദേഹം സിംഹാസനത്തിൽ ഇരുന്നില്ല.
പകരം ശ്രീരാമന്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ സ്ഥാപിച്ച് അതിനെ ആരാധിച്ചുകൊണ്ടാണ് രാജ്യം ഭരിച്ചത്. ആ സ്മരണയാണ് ഇന്നും ഈ ക്ഷേത്രത്തിൽ ജീവിക്കുന്നത്. ശ്രീരാമ പാദുക സമർപ്പണം ഇവിടെ ഏറ്റവും പ്രധാന വഴിപാടാണ്. തൊഴിലിലും കർമ്മരംഗത്തും ഉയർച്ച ആഗ്രഹിച്ചാണ് നിരവധി ഭക്തർ ഈ വഴിപാട് നടത്തുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും പൂജയുണ്ടെങ്കിലും മറ്റു മാസങ്ങളിൽ ഞായറാഴ്ചകളിൽ മാത്രമാണ് പൂജ. നാലമ്പല യാത്രയുടെ 4ാമത്തെയും അവസാനത്തെയും ഘട്ടം നാറാണത്ത് ശത്രുഘ്നസ്വാമി ക്ഷേത്രം സന്ദർശിച്ചുകൊണ്ടാണ്. അവധൂത യോഗിയായ നാറാണത്ത് ഭ്രാന്തനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യം. വർഷങ്ങളോളം ശ്രീകോവിൽ മാത്രം നിലനിന്നിരുന്ന ഈ ക്ഷേത്രം ഭക്തജനങ്ങളുടെയും ഊരാൺമ കുടുംബത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇന്നത്തെ രൂപത്തിലേക്ക് വളർന്നത്. ശ്രീകോവിൽ, ചുറ്റമ്പലം, മുഖമണ്ഡപം, ബലിക്കൽപുര, ഉപദേവതാ ശ്രീകോവിലുകൾ എല്ലാം പുതുതായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീചക്ര സമർപ്പണമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. കർക്കിടക മാസമാണ് ഇവിടുത്തെ പ്രധാന തീർത്ഥാടന കാലം. 4 സഹോദരന്മാരെയും ദർശിച്ച ശേഷം വീണ്ടും രാമപുരം ശ്രീരാമക്ഷേത്രത്തിലെത്തി ശ്രീരാമനെ വണങ്ങുന്നതോടെയാണ് ഈ നാലമ്പല ദർശനം പൂർണ്ണമാകുന്നത്. വെറും 2 കിലോമീറ്ററിനുള്ളിൽ പൂർത്തിയാകുന്ന ഈ തീർത്ഥാടനം വെറുമൊരു യാത്ര മാത്രമല്ല. രാമായണത്തിലെ 4 മഹത്തായ കഥാപാത്രങ്ങളുടെ 4 ജീവിത സന്ദേശങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു ആത്മീയ അനുഭവമാണ്. ഈ കർക്കിടകത്തിൽ നിങ്ങൾ മലപ്പുറത്തെ ഈ നാലമ്പല ദർശനത്തിന് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കമന്റിൽ പങ്കുവയ്ക്കുക. കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളും അവയുടെ ചരിത്രവും ഐതിഹ്യങ്ങളും പരിചയപ്പെടുത്തുന്ന കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.